മുത്തശ്ശി, ഞാൻ ഒരു പ്രാവശ്യം മാളിൽ പോയിട്ടുള്ളൂ. പിന്നെ ഞാൻ പോയിട്ടേ ഇല്ല. അങ്ങനെയാണോ മോളെ? ലീവ് കിട്ടുമ്പോ ഇവിടെ ചുറ്റിക്കറങ്ങാൻ ഒരുപാട് സ്ഥലമുണ്ട്. മുത്തശ്ശി മോളെ കൂട്ടിക്കൊണ്ടുപോട്ടോ. ശരി മുത്തശ്ശി. നില, എഴുന്നേക്ക്, നമുക്ക് പോവാം. വാ. എങ്ങോട്ടാ അമ്മേ പോകുന്നത്? നമ്മൾ ഈ നാട്ടിൽ ഇനി നിൽക്കുന്നില്ല. നമുക്ക് തേക്കടിയിലേക്ക് പോവാം. വാ. വിജയ്, എന്താ മോളെ എന്തിനെങ്ങനെ ഒരു തീരുമാനം എടുത്തേ? അമ്മേ, ഞാൻ ഒന്നും പറയാൻ താല്പര്യപ്പെടുന്നില്ല. അമ്മ ഒന്നും ചോദിക്കരുത്. ഞാൻ ഈ നാട്ടിൽ നിൽക്കാൻ പോകുന്നില്ല. അമ്മ വീണ്ടും അമ്മയുടെ മകന്റെ കൂടെ പോയിക്കോ. നില, വാ. വിജയ്, വിജയ്, അമ്മേ, അമ്മേ. അമ്മേ, എന്താ അമ്മേ? എന്തിനാ നമ്മൾ ഇവിടെ നിന്ന് പോകുന്നെന്ന് പറയണത്? കാരണമൊന്നും ചോദിക്കല്ലേ നില. ഞാൻ പറഞ്ഞ അനുസരിക്കണം, അത്രേ ഉള്ളൂ. എന്താടി നിനക്ക് എന്താ ഇപ്പൊ ഭ്രാന്ത് പിടിച്ചോ? എന്തിനെങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞാൻ ഇവിടെ നിൽക്കണത് ഇഷ്ടമല്ലെങ്കിൽ പറഞ്ഞോ, ഞാൻ പോയേക്കാം. അതിനു വേണ്ടി കെട്ടും കിടക്കി എടുത്ത് അങ്ങോട്ട് പോയേക്കാം. തേക്കടി പോവാന്നൊന്നും പറയാൻ നിൽക്കണ്ട. അമ്മ ഈ വീട്ടിൽ നിൽക്കുന്ന ഒന്നും ഒരു കാരണമല്ല. എനിക്ക് ഈ നാട് ഇഷ്ടമല്ല. എന്റെ മോള് ഞാനും ഇനി ഈ നാട്ടിൽ നിൽക്കരുതെന്ന് തീരുമാനിച്ചു, അത്രേ ഉള്ളൂ. തീരുമാനത്തിൽ മാറ്റമില്ല. അയ്യോ, അതിന്റെ കാരണം എന്താന്നാ ചോദിച്ചത്. നീ ഇങ്ങനെ പറഞ്ഞ ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്? തേക്കടിന്ന് വന്നിട്ട് കുറച്ചു ദിവസം പോലും ആയിട്ടില്ല. വീണ്ടും അങ്ങോട്ട് തന്നെ പോണോന്ന് പറഞ്ഞ അതിന് മാത്രം നിനക്ക് എന്താ പ്രശ്നം ഇവിടെ? എടി, എപ്പോഴും ഇങ്ങനെ തലയ്ക്ക് വെളിവില്ലാത്തവരെ പോലെ തീരുമാനം മാറ്റിക്കൊണ്ടിരിക്കുന്ന എന്തിനാ? അമ്മേ, ഞാൻ എങ്ങോട്ടാ പോണ്ടത്, എവിടെ താമസിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. അതിൽ അമ്മ ഇടപെടണ്ട. അമ്മ സ്വന്തം കാര്യം നോക്കിയാ മതി. നോക്ക്, നിന്റെ ഏട്ടനും ഏട്ടത്തി വന്ന് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയോണ്ടാണോ ഇപ്പൊ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തേ? അതൊന്നും ഒരു പ്രശ്നമല്ല. ഇതിനെപ്പറ്റി എന്നോട് ചോദിക്കണ്ട. കാരണമില്ലാതെ നീ ഇവിടുന്ന് പോവില്ല. എന്താ കാരണം എന്നോട് പറ. ഞാൻ ആരോടും ഒരു കാരണവും പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല. എനിക്ക് ഇവിടെ നിൽക്കാൻ ഇഷ്ടമല്ല. ഇഷ്ടമല്ല, ഇഷ്ടമല്ല, അത്രേ ഉള്ളൂ. ഞങ്ങൾ പോവുക, അത്രേ ഉള്ളൂ. കടയിലേക്ക് പോകുന്ന വരെ ഒരു പ്രശ്നമില്ലായിരുന്നല്ലോ. ഇപ്പൊ തിരിച്ചു വന്നപ്പോഴാണോ പെട്ടെന്ന് നാട്ടിൽ പോണെന്ന് തോന്നുന്നേ? അതിന്റെ അർത്ഥം എന്തുവാടി? എന്താ നിന്റെ പ്രശ്നം? എത്ര പ്രാവശ്യമായി ചോദിക്കുന്നു, ഒന്ന് പറഞ്ഞു തൊലയ്ക്ക്. അമ്മയോട് ഞാൻ എത്ര തവണ പറയണം? എന്നോട് ഒരു കാരണവും ചോദിക്കണ്ട. എനിക്ക് ഇവിടെ താമസിക്കാൻ ഇഷ്ടമല്ല. എന്റെ മോള് ഞാനും ഇനി ഇവിടെ നിൽക്കില്ല. പിന്നൊരു കാര്യം, എനിക്കിവിടെ സമാധാനമില്ല. തേക്കടിയിൽ എനിക്ക് സമാധാനം ഉണ്ടായിരുന്നു. എനിക്ക് ഈ നാടും വേണ്ട, ഒന്നും വേണ്ട. ഞാൻ പോവാ, അത്രേ ഉള്ളൂ. ഞാൻ പോവാ. എന്തിനാ നീ ഇങ്ങനെ ചെയ്യുന്നേ? ഇവിടെ തന്നെ നിക്ക്. എന്തിനിപ്പൊ നാട്ടിൽ പോവാൻ നിക്കുന്നേ? ഇവിടെ പഠിക്കുന്നത് എവിടെയല്ലേ? ഇങ്ങോട്ട് വന്നിട്ട് കുറച്ചു ദിവസം പോലും ആയിട്ടില്ല. അപ്പോഴത്തേക്ക് നാട്ടിലേക്ക് പോണെന്ന് പറയാൻ എന്തുണ്ടായേ? അമ്മേ, എന്തിനാ അമ്മ ഇത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് പോണെന്ന് പറയുന്നത്? നമുക്ക് ഇവിടെ തന്നെ താമസിക്കാം. ഇവിടെ എനിക്ക് ഒരുപാട് ഇഷ്ടായി. ഇവിടുത്തെ സ്കൂളിലല്ല അമ്മ എന്നെ ചേർത്തത്. സംഗീത ക്ലാസ്സിനും വിടാന്ന് പറഞ്ഞല്ലേ. ഇപ്പൊ പെട്ടെന്ന് നാട്ടിലേക്ക് പോവാന്ന് പറഞ്ഞാ എന്താ അമ്മ ചെയ്യാ? പ്ലീസ് അമ്മ, ഇവിടെ തന്നെ താമസിക്കാം അമ്മ, പ്ലീസ്. അമ്മ പറയുന്ന മോളുടെ നല്ലതിനായിരിക്കും. ഇവിടെ വേണ്ട. നമുക്ക് പഴയ പോലെ തേനിയിലേക്ക് പോവാം, അല്ലെങ്കിൽ വേറെ എവിടേക്കെങ്കിലും പോവാം. എന്നാ ചെന്നൈ മാത്രം വേണ്ട. അതാ എന്താന്ന് ചോദിച്ചത്. വേണ്ടെന്ന് പറഞ്ഞ വേണ്ട. കൂടുതൽ എന്നോട് ചോദിച്ചുകൊണ്ടേയിരുന്ന എനിക്ക് ദേഷ്യം വരും, പറഞ്ഞേക്കാം. എടി, നീ നിന്റെ ഇഷ്ടത്തിനെല്ലാം ചെയ്തു കൂട്ടുന്നത്. ഞാൻ പറഞ്ഞ ഒന്നും അനുസരിക്കില്ലല്ലേ? ഇത്രയും നാള് തേക്കടി പോയിട്ട് ഇപ്പോഴല്ലേ ഇങ്ങോട്ട് വന്നത്? ഇങ്ങോട്ട് വന്ന് കുറച്ചു ദിവസം ആയപ്പോഴേക്കും മടങ്ങി പോണോന്ന്. എന്താ കാരണോന്ന് ചോദിച്ചാൽ എന്നിട്ട് പറയൂല. ഇങ്ങനെ മണ്ട തീരുമാനം എടുക്കാതെ നിന്റെ മോള് കിടന്ന് കരയുന്ന കണ്ടില്ലേ? അവൾക്ക് വേണ്ടിയിട്ടല്ല നീ ജീവിക്കുന്നത് തന്നെ. അവൾക്ക് വേണ്ടി നിനക്ക് ഇവിടെ താമസിക്കാൻ പറ്റില്ലേ? താമസിക്കാൻ പറ്റില്ല. അമ്മയെന്നല്ല, ആ ദൈവം വന്ന് പറഞ്ഞാലും ഞാൻ ഈ നാട്ടിൽ താമസിക്കില്ല.
എന്താ ഇവിടെ ഒരു ബഹളം കേൾക്കുന്നേ? വീണ്ടും എന്തെങ്കിലും പ്രശ്നമായോ? അമ്മേ, ദയവ് ചെയ്ത് എന്നെ തടയല്ലേ. ഞങ്ങളെ വിട്ടേക്ക്. ഞങ്ങള് ദൂരെ എവിടെയെങ്കിലും പോയി സമാധാനത്തോടെ ജീവിച്ചോട്ടെ. ഇല്ല, എനിക്ക് നിന്നെ അങ്ങനെ കളയാൻ പറ്റില്ല മോളെ. ഇത്രയും നാള് നിന്നെ പിരിഞ്ഞ് ജീവിച്ചു തന്നെ എത്രയും വലിയ നരകവേദനയായിരുന്നു എന്ന് അറിയൂ നിനക്ക്. ഇനിയും ആ നരകവേദന അനുഭവിക്കാൻ ഞാൻ തയ്യാറല്ല. അയ്യോ, എന്തിനാ എന്റെ ജീവൻ എടുക്കുന്നേ? പറഞ്ഞ് മനസ്സിലാക്കാത്ത എന്താ? വിജി, എന്താ ഇവിടെ ഉണ്ടായത്? എന്തിനിങ്ങനെ ബഹളം വെക്കുന്നേ? എന്താ കയ്യില് ബാഗൊക്കെ? ചോദിക്കുന്ന കേട്ടില്ലേ? മറുപടി പറ. അമ്മേ, എന്താ അമ്മ ഉണ്ടായേ? എന്താ രണ്ടുപേരും വല്ലാതിരിക്കുന്നെ? നീലയുടെ കണ്ണൊക്കെ കലങ്ങിയിട്ടുണ്ടല്ലോ. എന്താ നടക്കുന്ന ഇവിടെ? വിജി, പറ, എന്താ ഉണ്ടായേ? അവളൊന്നും പറയില്ല, ഞാൻ പറയാം. കടയിലേക്ക് പോയി തിരിച്ചു വന്നവള് പെട്ടെന്ന് വീട്ടിലോട്ട് കയറി വന്ന നിലമോളെ കൂട്ടി ഞാൻ ഇനി തേക്കടി പോ ഇവിടെ താമസിക്കുന്നില്ല എന്നാ പറയുന്നത്. അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം എന്താന്ന് ചോദിച്ചാൽ അതിനൊരു മറുപടിയില്ല. തേക്കടി പോവാൻ വേണ്ടി മോളെ കൂട്ടി ബാഗ് എടുത്തോണ്ട് നിക്ക അവള്. ഈ അവസ്ഥയിൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല മോളെ. എന്താ വിജി, എന്താ ഇതൊക്കെ? എന്തിനാ പെട്ടെന്ന് ഇവിടുന്ന് പോണെന്നൊക്കെ പറയുന്നേ? നിലമോളുടെ സ്കൂൾ ഇവിടെയല്ലേ ഉള്ളത്? അവളെ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വന്നത് അവളെ വലിയ ആളാക്കാൻ വേണ്ടിയല്ലേ? പെട്ടെന്ന് ഇങ്ങനെ പുറപ്പെടണമെന്നൊക്കെ പറഞ്ഞ എന്താ കാരണം? പ്രിയ, നീ എങ്കിലും എന്നെ മനസ്സിലാക്ക. ആരും എന്നോട് ഒരു കാരണവും ചോദിക്കരുത്. അത് പറയുന്ന മാനസികാവസ്ഥയിൽ ഞാനില്ല. എനിക്ക് ഈ നാട് ഇഷ്ടമല്ല. ഇവിടെ താമസിച്ച എനിക്കും എന്റെ മോൾക്കും സന്തോഷം സമാധാനം ഉണ്ടാവില്ല. അത് ഉറപ്പായതുകൊണ്ടാ ഞാൻ ഇവിടുന്ന് പോവാണെന്ന് പറയുന്നത്. രാവിലെ നിന്റെ ചേട്ടനും ചേട്ടത്തിയും വന്ന് വഴക്കുണ്ടാക്കിയതുകൊണ്ടാണ് ഈ തീരുമാനം എടുക്കുന്നത്. അത് തന്നെയാ പ്രിയ ഞാനും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊന്നും അല്ലാന്ന്. അപ്പൊ പിന്നെ വേറെന്താ കാരണമെന്ന് ചോദിച്ചാൽ അതും പറയില്ല. പറയ് വിജി, എന്താ ഉണ്ടായേ? പ്ലീസ് പ്രിയ, എന്നോടൊന്നും ചോദിക്കരുത്. നമുക്ക് പിന്നീട് ഫോണിൽ സംസാരിക്കാം. ഞാൻ ഇവിടെ കൂടുതൽ നിന്നാ ശരിയാവില്ല. ഇതാണോ നിന്റെ ഉറച്ച തീരുമാനം? അതെ, ഇത് തന്നെ എന്റെ തീരുമാനം. ഇതിൽ യാതൊരു മാറ്റവും ഇല്ല. ഞാൻ നിന്നെ ഇവിടുന്ന് പോവാൻ സമ്മതിക്കില്ല. അമ്മ ആരാ എന്നെ തടയാ? ഞാൻ പോവാ. ഞാൻ നിന്നെ വിടില്ല. അമ്മ വിട്. ഏയ്, നില, വാ, വിജി, നമുക്ക് പോവാം. അമ്മ, എനിക്ക് വേറെ ഞാൻ പറയുന്നത് എങ്ങോട്ടും കേൾക്കുന്നില്ല. പോകണ്ട. എനിക്ക് ഇവിടെ വാ. തന്നെ നിന്നാ മതി. വേണ്ട നില, അമ്മ. ഞാൻ പറയുന്നത് കേക്ക്. പ്ലീസ് അമ്മ, നില, പ്ലീസ് അമ്മ. വാ നില, പറയുന്നത് കേക്ക്. വാ നില, വേണ്ട അമ്മ, വാന്നല്ലേ please പറഞ്ഞത്? അമ്മ. നില, പറയുന്നത് കേക്ക്. ഇവിടെ താമസിച്ചാൽ നമുക്ക് സമാധാനം ഉണ്ടാവില്ല. നീ വാ. വാ നില. അമ്മ, എനിക്ക് ഇവിടുത്തെ സ്കൂളൊക്കെ ഇഷ്ടപ്പെട്ടു അമ്മ. എനിക്ക് ഈ നാടും ഇഷ്ടപ്പെട്ടു അമ്മ. പ്ലീസ് അമ്മ, നമുക്ക് ഇവിടെ നില, ഞാൻ പറയുന്നത് കേക്ക്. വാ നില. ആ കുഞ്ഞ് യാചിക്കണത് നീ കേൾക്കുന്നില്ലേ? നിനക്ക് ഇത്തിരി പോലും മനസ്സാക്ഷിയില്ല മോളെ. നീ എന്താ ഇങ്ങനെയായത്? ഇത്ര കണ്ണിച്ചോരില്ലാണ്ടായോ നിനക്ക്? അതിന് മാത്രം എന്താ അടി നടന്നത്? അതെങ്കിലും ഒന്ന് പറഞ്ഞു തൊലക്കി. അമ്മേ, എന്നെ ആവശ്യമില്ലാതെ ടെൻഷൻ ആക്കല്ലേ. കൈയെടുക്ക. നില, വാ. അമ്മ, വേണ്ട അമ്മ, വാ നമുക്ക് നില. എങ്ങോട്ടും പോകണ്ട. പറയുന്നത് നമുക്ക് കേക്ക്. ഇവിടെ തന്നെ നിന്നാ മതി അമ്മ. പ്ലീസ് ദേഷ്യം പിടിപ്പിക്കല്ലേ നില. വേണ്ട അമ്മ, നില, പ്ലീസ്. ഞാൻ പറയുന്നൊന്നും അനുസരിക്കില്ലേ നീ? നമ്മൾ ഇവിടെ താമസിക്കാൻ പാടില്ല. താമസിക്കണ്ട, അത്രേ ഉള്ളൂ. വാ നില, വാ നില. വേണ്ട അമ്മ, വേണ്ട. നില, നില, നമുക്ക് ഇവിടെ നിന്ന സമാധാനം ഉണ്ടാവില്ല. നില, നീ വാ. വരാനാ പറഞ്ഞ.